ഹായ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് സാഹചര്യങ്ങളുടെ ഒരു ചെയിനാണ്. ആ സാഹചര്യങ്ങളിൽ നമുക്ക് ഒരുപാട് പലതരത്തിലുള്ള അനുഭവങ്ങളുണ്ടാവും. അവിടെ നമ്മൾ പലതരത്തിലുള്ള വ്യക്തികളെ കണ്ടുമുട്ടും. അത് ചിലവർ നമുക്ക് പ്രിയമുള്ളതായിരിക്കും, ചിലർ നമുക്ക് ഇഷ്ടമല്ലാത്തതായിരിക്കാം. അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ടാവും. നമ്മളുടെ അപ്പോഴത്തെ സാഹചര്യവും നമ്മളുടെ മാനസികാവസ്ഥയും നമ്മളുടെ അതുവരെ ജീവിച്ചു വന്ന നമ്മളുടെ സ്വഭാവ രീതിയും ഒക്കെ വെച്ചിട്ടായിരിക്കും അതിനെയൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. പക്ഷേ ഓരോ കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്നതിന് ഒരു കാരണമുണ്ട്. ഈവൻ ഒരു ഭക്ഷണം നമ്മളെ മുന്നിലേക്ക് വരുന്നതിനും ഒരു ശരിക്കും ഒരു റീസൺ ഉണ്ട്. ആ കാരണത്തെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് ആ സാഹചര്യവുമായി നമ്മൾ ചേർന്ന് പോവുകയാണെങ്കിൽ, നമ്മളവിടെ ഒരു ജഡ്ജ്മെൻറ്റോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഈ സാഹചര്യം, ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ എന്തുകൊണ്ടോ സംഭവിക്കുന്നില്ല, ഇത് ഞാൻ ആഗ്രഹിച്ച പോലെയല്ലല്ലോ കാര്യങ്ങൾ വന്നത്, അങ്ങനൊരു ചിന്താരീതി വെക്കാതെ അതുമായിട്ട് ചേർന്ന് പോവുക. കഷ്ടപ്പെട്ട് ചേർന്ന് പോവുക എന്നതല്ല, പകരം നമ്മളതിനെ എൻജോയ് ചെയ്യുക. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളതിനെ എൻജോയ് ചെയ്തുകൊണ്ട് ആ ജീവിത രീതിയുമായിട്ട് നമ്മൾ ചേർന്ന് പോവുകയാണെങ്കിൽ നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പുരോഗമനമുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ ഇതെനിക്ക് പറ്റില്ല, നമ്മളതിനെ വിഷമിച്ചിട്ടാണ് അവിടെ നേരിടുന്നതെങ്കിൽ നമ്മളപ്പോഴും നമ്മുടെ അഹങ്കാരം അവിടെ വർക്ക് ചെയ്യും. നമ്മൾ പല കാര്യത്തിലും നമുക്ക് ബലം പിടുത്തമുള്ളത് കൊണ്ടാണ് നമുക്ക് നമ്മളെ മുന്നിലേക്ക് വരുന്ന സാഹചര്യമായിട്ട് നമുക്ക് ചേർന്ന് പോകാൻ പറ്റാത്തത്. അപ്പോൾ ആ ബലം പിടുത്തമൊക്കെ ഒഴിവാക്കാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളെ മുന്നിലേക്ക് വരുന്ന സാഹചര്യങ്ങൾ. എന്ത് സാഹചര്യം എന്തും ആയിക്കോട്ടെ, പ്രതീക്ഷിക്കാത്തതോ അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ചോ എന്തും ആയിക്കോട്ടെ, അതെന്തായാലും അതുമായിട്ട് ചേർന്ന് പോവുക. സ്നേഹത്തോടെ സത്യസന്ധതയോടെ അതിനെ ആസ്വദിച്ച് ആനന്ദിച്ച് പോവുകയാണെങ്കിൽ ജീവിതം പുരോഗമനത്തിലേക്ക് മാത്രമേ പോകത്തുള്ളൂ. അവിടെ ഒരു തോൽവി ഉണ്ടാകത്തില്ല. ഓക്കെ.